കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു എങ്ങനെ ഇൻസ്റ്റന്റ് ഫോം ഗൂഗിൾ ഷീറ്റായിട്ട് കണക്ട് ചെയ്യാം അല്ലെങ്കിൽ എക്സൽ ആയിട്ട് കണക്ട് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഇന്ന് അത് എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ള നോക്കാം. ഇനി നിങ്ങളുടെ ആഡ് അക്കൗണ്ടിൽ ഇങ്ങനെ ഓപ്ഷൻ വന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് മെറ്റ സപ്പോർട്ട് പോയിട്ട് കാര്യം പറഞ്ഞാൽ അവരത് സോൾവ് ചെയ്ത് തരും. നമുക്കിവിടെ കാണാൻ പറ്റും. ഞാൻ ഇവിടെ ടെസ്റ്റ് ഫോം എന്ന് പറഞ്ഞ ഒരു ലീഡ് ഫോം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റന്റ് ഫോം. ഇവിടെ നമുക്ക് ഗൂഗിൾ ഷീറ്റ് ആയിട്ടും മൈക്രോസോഫ്റ്റ് എക്സൽ ആയിട്ടും അല്ല വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയർ CRM ഉപയോഗിച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഗൂഗിൾ ഷീറ്റ് സെലക്ട് ചെയ്യുന്നത്. ഗൂഗിൾ ഷീറ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ ബ്രൗസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റിൻ്റെ ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ അതാണ് ചൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളൊരു പേജ്, ഒരു ഷീറ്റ് നമ്മൾ ഗൂഗിൾ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നമ്മൾ അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഏത് ഫോമാണോ ആ ഫോം സെലക്ട് ചെയ്യാം. ഞാൻ ടെസ്റ്റ് ഫോം എന്ന് പറഞ്ഞ പേര് കൊടുത്തത്. അപ്പോൾ ടെസ്റ്റ് ഫോം സെലക്ട് ചെയ്തു. സ്കിപ്പ് ഫിൽറ്റേഴ്സ് കൊടുക്കരുത്, വേണമെങ്കിൽ യൂസ് ചെയ്യാം. എന്നിട്ട് റൈറ്റ് സൈഡിൽ ബോട്ടമിലുള്ള കണക്ട് ഓപ്ഷൻ കൊടുക്കുക. കണക്ട് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് സെൻഡ് ലീഡ് ടെസ്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. അതൊരു ടെസ്റ്റ് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന വരാൻ വേണ്ടി ഒരു ടെസ്റ്റാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് സക്സസ്ഫുൾ ചെയ്യുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് നൗ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ ഷീറ്റിലേക്കുള്ള ഒരു ടെസ്റ്റ് ലീഡായിട്ട് ഒരു ലീഡ് വന്ന് നടക്കുന്നുണ്ടാവും. ഇത് ഈ ഫോർമാറ്റിലാണ് നമുക്ക് ഗൂഗിൾ ഷീറ്റിലേക്ക് ലീഡ്സ് വരുമ്പോൾ അത് അവിടെ ഫെച്ച് ആവുന്നത്. അതിനുശേഷം വാലിഡേറ്റ് ചേഞ്ച് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ടെസ്റ്റ് ലീഡ് വന്ന ലീഡ് ഫോമിൽ നമ്മൾ പോയിട്ട് ഷീറ്റ് പോയിട്ട് ഇവിടെ ക്രിയേറ്റഡ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ക്വാളിഫൈഡിലേക്ക് മാറ്റുക. ക്വാളിഫൈഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ടൈപ്പോടെ ചെയ്യാം. അതെന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ അതായത് മറ്റൊക്കെ മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ വന്നിട്ട് നമ്മൾ വാലിഡേറ്റ് ചേഞ്ച് കൊടുക്കുകയാണെങ്കിൽ വാലിഡേഷൻ സക്സസ്ഫുള്ളി എന്ന് കാണാൻ പറ്റും ഇവിടെ നമുക്ക്. എന്നിട്ട് കംപ്ലീറ്റ് കൊടുത്താൽ ഇത്രയേ ഉള്ളൂ പ്രോസസ്സ്. ഇത് നമുക്ക് ക്യാമ്പയിൻസ് അല്ലാണ്ട് നമുക്ക് ഓൾ ടൂൾസിൽ നമ്മൾ ഇൻസ്റ്റൻറ്റ് ഫോം സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ സെർച്ച് ബാറിൽ ജസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഫോം എന്നോ ടൈപ്പ് ചെയ്താലേ നമുക്കത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഓണായി വരും. ഇവിടെ നമ്മൾ CRM സെറ്റപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ എത്ര ലീഡ് ഫോം ഉണ്ടോ ലീഡ് ഫോം ഒക്കെ അവിടെ കാണിക്കും. നമുക്കിപ്പോൾ ഇവിടെ ഒരു ലീഡ് ഫോമേ ഉള്ളൂ അതാ കാണിക്കുന്നത്. നമുക്ക് ഇവിടെ വന്നിട്ടും നമുക്ക് CRM സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഈസി ആയിട്ട് മാറും. നമ്മളിപ്പോൾ ക്ലയൻറ്റിന് വേണ്ടി ഒരു വർക്ക് ചെയ്യുവാണെങ്കിൽ ആ ക്ലയൻറ്റ് ഡെയിലി ഇങ്ങനെ ലീഡ്സ് എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഗൂഗിൾ ഷീറ്റ് ലിങ്ക് പാസ് ചെയ്യുവാണെങ്കിൽ എന്താ പറയുക, വിത്തിൻ 5 seconds വരുന്ന ലീഡ്സ് ഒക്കെ അവിടെ ഫെച്ച് ആയിക്കോളും.